മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഇന്നേ ദിവസം ലൂക്കാ അറിയിച്ചുകൊണ്ട് കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 24-ാം അധ്യായം 40-ാമത്തെ വാക്യം, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 24 verse 14, എന്നെ സ്പർശിച്ചു നോക്കുവിൻ, എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിനില്ലല്ലോ. ഈശോ പ്രത്യക്ഷപ്പെട്ട ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യമാണ് നമുക്കറിയാം. നിങ്ങൾ എന്നെ തിരിച്ചറിയുന്നില്ലേ? അതാണ് ഈശോ ചോദിച്ചത്. വേണ്ടി വന്നതിനെ സ്പർശിച്ചു നോക്കുക, തന്റെ സാന്നിധ്യം തിരിച്ചറിയണം ശിഷ്യന്മാരെന്ന് ഈശോ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ നമ്മൾ വിലയിരുത്തുമ്പോൾ ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നില്ലേ? ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങളിലൂടെ, ജീവിത പങ്കാളിയിലൂടെ, മക്കളിലൂടെ, അയൽവക്കത്തിലൂടെ ഒക്കെ സംസാരിക്കും കർത്താവ്. അപ്പോൾ ദൈവത്തെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? അതാണ് കർത്താവ് ചോദിക്കുന്നത്. സാധിക്കാതെ വരുമ്പോൾ കർത്താവ് അസ്വസ്ഥനാവുക. നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പലരും അത് തിരിച്ചറിയുന്നില്ല. എന്റെ ഓരോ ജീവിതത്തിലും ഓരോ അവസരങ്ങളിലും എന്റെ തമ്പുരാൻ എന്റെ കൂടെയുണ്ട്, എന്നെ നയിക്കുന്നുണ്ട്, എന്നെ സഹായിക്കുന്നുണ്ട് എന്ന ആ ബോധ്യത്തിലേക്ക് കൂടുതൽ ആഴപ്പെടുവാൻ നമുക്ക് കഴിയണം. അത് ആഴപ്പെടാതിരിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, അത് ഏറ്റവും വലിയ അപകടമാണ്. ഈശോ അത് ആഴപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ എന്റെ ജീവിത പങ്കാളിയിലൂടെ ആവാം, എന്റെ സഹോദരങ്ങളിലൂടെ ആവാം. അവര് കർത്താവിന് വേണ്ടി സംസാരിക്കുമ്പോൾ തിരിച്ചറിയാനും അത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുവാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നു. ഇല്ലെങ്കിൽ അവിടെ കുറവുകളുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ, അവിടുന്ന് ഈശോയുടെ സ്ഥാനത്തിലേക്ക് തിരിച്ചു വരുവാൻ നമുക്ക് ഏവർക്കും കഴിയണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനായി നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.